ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ്. ഇത് ബട്ടറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം നമുക്ക് ഇന്ന് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പം നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന പാത്രം ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ കേക്കിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ഉപയോഗിക്കരുത്. എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ടയിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അത് നന്നായി ക്രീമി ആവണ വരെ മിക്സ് ചെയ്യണം. അതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാനില എസൻസ് ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മുട്ടയുടെ സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ നന്നായി ക്രീമി ആവണ വരെ ഇപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എത്രയും ക്രീമി ആയി കിട്ടുന്നു അത്രയും ക്രീമി ആയിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കുക, എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ എടുക്കാം. അപ്പോൾ ഞാൻ അതേ പഞ്ചസാര എടുത്തിട്ടുള്ള അതേ മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പ് 250 ml മെഷറിംഗ് കപ്പാണ്. അതിലൊരു കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡറും ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ, എടുക്കുന്നില്ല, ഞാനൊരു 1/4 ടീസ്പൂൺ എടുക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് വല്ലാണ്ട് പൊങ്ങി വരും. അപ്പോൾ അത് വേണ്ടാന്ന് കരുതിയിട്ട് ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഒരു പിഞ്ച് ഉപ്പും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ അരിച്ചെടുക്കുക, എന്നാലേ ഇത് നന്നായി മിക്സായി കിട്ടുള്ളൂ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു 3-4 തവണ ഇങ്ങനെ ഈ അരിപ്പയിലിട്ടൊന്നിങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് ചെയ്യേണ്ടത്. ഓവർ മിക്സിങ് പാടില്ല. ഓവർ മിക്സിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ശരിയായിട്ട് വരില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല തണുപ്പുള്ള പാല് ചേർക്കരുത്. പാല് ചേർത്തിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കത് ഒരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിന്ന് ബേക്കിംഗ് ട്രേക്ക് പകരം ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നന്നായി ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം, ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ എയർ ബബിൾസ് ഇല്ലാണ്ടിരിക്കുള്ളൂ. അപ്പോൾ എയർ ബബിൾസൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഉപ്പിട്ടിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്ത്. അതിന് ശേഷം ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതിന് ബേക്കിംഗ് ടൈം ഉണ്ടാവുള്ളൂ. അരമണിക്കൂർ. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും ഇട്ട് വെച്ചാൽ മതി. അരമണിക്കൂറിന് ശേഷം ഇപ്പം ഞാനിത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ കളയുന്നുണ്ട്. നന്നായി തണുത്തതിന് ശേഷമാണ് ഇത് ബട്ടർ പേപ്പറൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് നമുക്ക് കേക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മുടെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അത് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. പാല് ചേർത്തതിന് ശേഷം ഒന്നത് മെൽറ്റാക്കി എടുക്കുക. അതായത് ഈ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പാല് മാത്രം ചേർത്താൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ ലൂസായിട്ട് പോവും. അപ്പോൾ എനിക്കിത് കുറച്ച് കൂടുതലാണ് പാലെന്ന് തോന്നുന്നുണ്ട്. അപ്പം കുറച്ച് ചേർത്താൽ മതി പാല് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കുമ്പോൾ. അപ്പം നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനൊക്കെ വെക്കുന്ന പാത്രങ്ങളൊക്കെ ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ഇത് കട്ട് ചെയ്തിട്ടെടുക്കണം. എന്നാലേ നമ്മുടെ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ലൂസായി പോകും. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം പൗഡർ ഉപയോഗിച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത്. പൗഡറിലേക്ക് കുറച്ച് പാല് മിക്സ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷമാണ്. നല്ല തണുപ്പിൽ വേണം അത് ചെയ്യാൻ, എന്നാലേ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ശരിയായിട്ട് വരുള്ളൂ. ഈ വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 2 ടീസ്പൂൺ ചോക്ലേറ്റ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മെൽറ്റാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് എടുത്തതിന് ശേഷമാണ് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റായി വന്നതിന് ശേഷം ആണ് നമ്മുടെ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 3 ലെയറായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ പഞ്ചസാര സിറപ്പ് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് 1/2 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് അവിടെ ഒന്ന് സ്റ്റിഫായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, തെന്നി നീങ്ങി പോകാതിരിക്കാനാണ്. കുറച്ച് നമ്മുടെ വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്കിൻ്റെ ഒരു ലെയർ വെക്കുക. അതിന് മുകളിലായിട്ട് പഞ്ചസാര സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര സിറപ്പ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര സിറപ്പ് നന്നായി തണുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. അങ്ങനെ ഓരോ ലെയറും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ പഞ്ചസാര സിറപ്പും അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ലെയറും ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെയ്തെടുത്തതിന് ശേഷം 2 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്, നന്നായി തണുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അത് ഫ്രിഡ്ജിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ ചോക്ലേറ്റ് ഗനാശ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് അതിൽ വെച്ചിട്ടാണ് ചോക്ലേറ്റ് ഗനാശ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഗനാശ് ഉണ്ടാക്കിയെടുക്കുന്ന പാത്രം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തു. വിപ്പിംഗ് ക്രീം അല്ല, ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഫ്രഷ് ക്രീം ചൂടായിട്ട് വരുമ്പോൾ ഒരു 200 ml ആണ് ഞാൻ ഈ ഫ്രഷ് ക്രീം എടുത്തിട്ടുള്ളത്. അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റും എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമ്മുടെ ഈ ചോക്ലേറ്റ് ഗനാഷിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് നമ്മൾ മെൽറ്റാക്കിയതിന് ശേഷം കുറച്ച് തരികൾ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിതൊന്ന് അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയതിന് ശേഷം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ മുകളിൽ നേരിയ ചൂടോട് കൂടിയിട്ടാണ് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണിത്. അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിക്കുമ്പോൾ ശരിയാവില്ല. അപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നേരിയ ചൂടോട് കൂടിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗനാഷ് നമ്മൾ സ്പാച്ചിൽ ഉപയോഗിക്കൊന്നും വേണ്ട. അത് നമ്മൾ നേരിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഏത് ഭാഗത്താണോ ഗനാഷ് കുറവുള്ളത് വെച്ചാൽ ആ ഭാഗത്ത് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും ഈ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു പാത്രം വെച്ച് കൊടുക്കണം. എന്നാലേ നമ്മുടെ ഈ ഗനാഷ് ഇങ്ങനെ ഒലിച്ച് പുറത്തേക്ക് പോകുന്നത് നമുക്ക് അതിൽ വീണ്ടും ഉപയോഗിക്കാം നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക്. അപ്പോൾ ഇനി ഫുള്ളായിട്ടും ഗനാഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം വരുന്ന ഈ സൈഡിലൂടെയൊക്കെ ബോർഡിലൂടെയൊക്കെ വരുന്ന ചോക്ലേറ്റ് ഗനാഷൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് നല്ല ഗ്ലേസിങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ 4 ചെറിയ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണണം. താങ്ക് യു.